കേൾക്കണം. ഇവിടെ സമസ്തയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെയൊക്കെ ലീഗ് വിരോധി പട്ടം ചാർത്തി തന്ന് നിങ്ങളെയൊക്കെ സമസ്ത വിരോധികളാക്കാൻ ചില ലോബികൾ ഇവിടെ ശ്രമിച്ചതിന്റെ ഭാഗമായി പെട്ടുപോയവരാ നിങ്ങൾ. ഇവിടെ എന്ത് ലീഗ്, ഇവിടെ എന്ത് ലീഗ് സമസ്ത? ഇവിടെ ലീഗും സമസ്തയും നല്ല പ്രശ്നം. ദാ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹം ഞാൻ സംസാരിക്കുമ്പോൾ മുന്നിൽ പോയിരിക്കാന്ന് പറഞ്ഞു. എവിടെ പോയോ? മുസ്ലിം ലീഗിന്റെ വാർഡ് മെമ്പർ ആയിരുന്ന ആളാണ് അല്ലേ? പോയോ? താഴെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിരിക്കൂട്ടോ എന്നോട് പറഞ്ഞിരുന്നു. അതെവിടെ ഉണ്ടായിരുന്നു? നമ്മൾ മുമ്പ് ആ പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ രാഷ്ട്രീയ അല്ലല്ലോ വിഷയം, ഇവിടെ സമസ്തന്റെ വിഷയല്ലേ. ഇവിടെ ചില ആളുകൾ കളിച്ചതാ മുസ്ലിം ലീഗുകാരാ. മുസ്ലിം ലീഗ് പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ, നേതാക്കളോ അനുയായികളൊക്കെ നിങ്ങളെയും ഇവർ വഞ്ചിക്കുന്നു. ആയിരക്കണക്കിന് സമസ്തക്കാരായ ആളുകളെ ഇവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നിങ്ങളെ അവർ തന്ത്രപരമായി വഞ്ചിച്ച് അവരെ ലീഗ് വിരോധപ്പെട്ടവും സഖാവെന്ന ആരോപണവും ചാർത്തിക്കൊടുത്തുകൊണ്ട് അവർ നിങ്ങളെ അറിയാതെ അവർക്കെതിരിൽ തിരിച്ചുവിടുകയാണ്. അതുകൊണ്ട് ആർക്കാ നഷ്ടം? സമസ്തക്കോ? സമസ്തക്ക് എന്റെ നഷ്ടമുള്ളത്? പിന്നെ എന്നിട്ട് അവരെ കൂടെ കൂടിയിട്ട് ഇതൊന്നും അറിയാതെ വീണുപോയ ചില ആളുകൾ, ചില ആളുകള് രാഷ്ട്രീയ ബേസിൽ തന്നെ ഞമ്മക്കെതിരെ സംസാരിക്കാറുണ്ട്. ഇവിടെ പരിപാടി വെക്കുമ്പോൾ അതിനെതിരെ തെറ്റിദ്ധാരണ പരത്താൻ അവർ ശ്രമിക്കാറുണ്ട്, അവർ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. പിന്നെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ പേരിലാണെങ്കിലും BJPന്റെ പേരിലാണെങ്കിലും സാക്ഷാൽ വേൾഡ് ലീഗിന്റെ പേരിലാണെങ്കിലും സമസ്തക്കെതിരിൽ ചെറുവിരൽ അനക്കിയാൽ എവനാണെങ്കിലും ഞങ്ങൾ പ്രതികരിക്കും. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നമല്ല. അതിന്റെ അർത്ഥം ഞങ്ങൾ ലീഗ് വിരോധികളൊന്നുമല്ല. ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരിക്കും, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ വിഷയം ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഇവിടെ ലീഗും സമസ്തയൊന്നുമല്ല പ്രശ്നം, സമസ്തയുടെ ആഭ്യന്തര വിഷയവുമല്ല. ഒരു വിഭാഗം ബിദ്അത്തിലേക്ക് വഴുതി മാറുമ്പോൾ ഇസ്തിഖാമത്തിന് വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട പ്രസ്ഥാനം എന്ന നിലക്ക് മുൻകാലങ്ങളിൽ സമസ്ത വഴിതെറ്റിപ്പോകാൻ ഒരുങ്ങിയവരെ പിടിച്ചു നേരെയാക്കാൻ ശ്രമിച്ചത് എപ്രകാരമാണോ അതേ രൂപത്തിൽ പിടിച്ചു നേരെയാക്കാൻ ഒരു ശ്രമം നടത്തി. അതേ സമസ്ത ചെയ്തിട്ടുള്ളൂ. അപ്പോ ഇവര് നേരെയാകാൻ ഇവർക്ക് തയ്യാറല്ല. ഇവരെന്ത് ചെയ്തു? ഇവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി നേരെടുത്തൊരു പണിയാണ്. ഇവർ ലീഗുകാരെ ഭയങ്കര ലീഗുകാരായിട്ട് അഭിനയിച്ചിട്ട് മുസ്ലിം ലീഗുകാരെ കൂടെ ചേർത്തി മുസ്ലിം ലീഗിന്റെ ആൾക്കാരായിട്ടാണ് അഭിനയിക്കുക. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല, അല്ലേലും വേണ്ടില്ല. ഇതല്ലേ സത്യം? അല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? അല്ലാതെ ഞമ്മക്കാർക്കെങ്കിലും ലീഗിനോട് വിരോധമുണ്ടോ? ഒരു ബദൽ പാർട്ടി നമ്മളെ മുമ്പിലുണ്ടോ? അതിൽ